അപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഹെൽമെറ്റ് നോക്കിയിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ധാലേഷി. ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതായിരിക്കും ആദ്യം ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ബൈക്കിൻ്റെ കുറച്ച് ആക്സസറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ആന ലൈറ്റ് ഈ വണ്ടി ഫിറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ബ്രൈറ്റ് ഇട്ട് ഇങ്ങനെ മിന്നിക്കില്ലേ പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് പുറകെ വെച്ചിട്ട് അവിടെ കണ്ണിലടിച്ചത്. ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലൊന്നും വണ്ടി വന്നിട്ടില്ല. സോ വണ്ടി കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട്. നമ്മൾ അതിൻ്റെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളത്തിന് വേണ്ടിയൊക്കെ ഒന്നാണ്. നമ്മുടെ ഹെൽമെറ്റ് എന്താണല്ലോ നമ്മൾ ഒരെണ്ണം മാറ്റുന്നുണ്ട്. അലോശിയുടെ ഉണ്ട്. സോ കുറച്ച് കിട്ടിയെന്നറിയത്തില്ല. നമ്മൾ ബാക്കി വീഡിയോസൊക്കെ കാണിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പറ്റിച്ചതാണോന്നൊന്നും അറിയത്തില്ല. സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് വലിയ ലൈറ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഏതാ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അവൻ പറഞ്ഞല്ല, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഹാഫ് ഫേസ് എത്രയാണെന്ന് അറിയത്തില്ല, അലോചിച്ച് പറയും. എത്രയാണ് വേണം? തല വെക്കണം ശരിക്കും. ബാക്കി നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ലൈറ്റ് ഇല്ലേ, ഈ ഒരു ലൈറ്റ് നമ്മൾ സൈഡിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ലൈറ്റ് സൈഡിൽ ഇത് നല്ല അടിപൊളിയായിരിക്കും. 4 സൈഡിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് വണ്ടി കോളനിയാക്കാൻ പോവുക. നമ്മൾ വണ്ടിയെല്ലാം മോഡിഫൈ ചെയ്യണം. വണ്ടി എടുത്തിട്ട് ഏകദേശം 1 വർഷമാകാൻ പോകുമ്പോഴാണ് നമ്മൾ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. വണ്ടിയുടെ ഈ ഫുള്ള് ഇതാണ് നമ്മുടെ പഴയ സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോഗ്. നമ്മളിത് കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഫുള്ള് ഡാമേജ് ആയി പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ കടയാണ്. അപ്പോൾ ഇത് രണ്ടാണ് ലൈറ്റ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫുള്ള് ഫുള്ള് കണ്ണടിച്ച് അങ്ങനത്തെ സെറ്റപ്പിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് കൂട്ടൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് സൈഡിലിങ്ങനെ. ടൂൾ ബോക്സിന് എന്താ എടുക്കാന്ന് പറഞ്ഞത്. ആലോചിച്ച് ഇവിടെ ഉണ്ട്. നമ്മൾ പഴയ 2 സാധനം എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി വയറിങ് പോയി. പിന്നെ വയറിങ് നെയ്യ് ഖരാബ് ഓക്കെ. ഇതാണ് സ്വിച്ച്. ഇതെങ്ങനെയുണ്ട്, പണി എങ്ങനെയുണ്ട് ഇവിടെ? ഇത് ആലോചിച്ചത് പഴയ സാധനം. അതിന് 600 സംതിങ് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പം 8,000 സംതിങ്ങിൻ്റെ ലൈറ്റൊക്കെ വെച്ചേക്കുന്നത്. ട്യൂബ് ലൈറ്റ് വെച്ചേക്കുന്നത്. ട്യൂബ് ലൈറ്റ് എല്ലാ കളറും ഉണ്ട്. അത്യാവശ്യം എല്ലാ കളറും തന്നെ ഉണ്ട്. ഊരാൻ പറ്റിയായിരുന്നു നല്ലതായിരുന്നു. അവിടെ ഈ ലൈറ്റ് നമ്മൾ അന്ന് വെച്ചത് 650-700 രൂപ സാധനം വെച്ചേക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു 4-5-6 ഇരട്ടി വിലയുടെ സാധനം വെച്ചേക്കുന്നത്. സോ ഇത് നമ്മൾ വളരെ ഇത്, പക്ഷേ ഇതിൻ്റെ ഈ സാധനം പോയി ഫുള്ള്. അതാണ് നോക്കിക്കേ. പിന്നെ ലാസ്റ്റ് അതും കൂടെ പോകേണ്ട വരും. അതാകുമ്പോൾ ഒരു ലൈറ്റെങ്കിലും തെളിയിക്കാം. ഒരു ലൈറ്റ് തെളിയല്ലോ. ഇതിന് സ്വിച്ച് മാത്രമല്ല, ഇതിന് സ്വിച്ച് വരെ അവിടെ കൊണ്ടുപോയി സ്വിച്ച് വെച്ചോണ്ടിരിക്കുക. അപ്പം കണ്ടു. അടിക്കാൻ ഇപ്പോൾ കുറേ നേരം ആലോചിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് സാധനം ഇമാർ ഇത്രയും വെച്ചിട്ട് ഇതിൻ്റെ വയറിങ് പഴയ വയറിങ് ഇടുന്നു. അപ്പോൾ സാധനം ലാസ്റ്റ്
വണ്ടി നമുക്ക് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നമ്മൾ ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് ഏകദേശം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലൈറ്റിംഗ് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ലൈറ്റ് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. 2500 രൂപയായി ടോട്ടൽ. പാർക്കിംഗ് ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് എവിടെ എത്തിയിട്ടുണ്ട്. നമ്മളത് റൂമിന് താഴെ വന്നു. സോ അലോഷിയാണെങ്കിൽ അവിടെ വേറെ കുറച്ച് പരിപാടിയിലൊക്കെയാണ്. അലോഷിനെ കാണത്തില്ല. സോ നമുക്ക് ഞാൻ ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ വണ്ടിയുടെ ആദ്യത്തെ ഒരു ഡിം ഇട്ട് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഡിമ്മ്. ഇതാണ് നമുക്ക് ടോട്ടലി വണ്ടിക്ക് ഇത്ര ലൈറ്റേ ഉള്ളൂ. സോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനി നമുക്ക് യെല്ലോ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് യെല്ലോയുടെ ബ്രൈറ്റ്നെസ് വരുന്നത്. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫുള്ള് ലൈറ്റ് വൈറ്റായിട്ട് ഇട്ട് കാണിച്ചു തരാം. വൈറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഫുള്ള് കിട്ടും. ഇതാണ് ഫുള്ള് വൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ഇത് യെല്ലോ ബ്ലിങ്ക്, ഇത് വൈറ്റ് ബ്ലിങ്ക്, ഇത് യെല്ലോ പ്ലസ് വൈറ്റ് ബ്ലിങ്ക്, പിന്നെ ഇത് പാർക്ക് ലൈറ്റ്. ഒരു അഞ്ച് മോഡ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇത് പാർക്കിംഗ് മോഡാണ്, റെഡ് ലൈറ്റ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് സ്വിച്ചൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല ഇരുട്ടായതുകൊണ്ട് ഇവിടെ. സോ രണ്ട് സൈഡിലും രണ്ടിനും സെപ്പറേറ്റ് സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇതാണ് വൈറ്റ്. രണ്ടും വന്നു. ആ റെഡും വന്നു, ഇവിടുത്തെ യെല്ലോയും വന്നു. രണ്ടും വന്നു. സോ ഇതാണ് നമ്മുടെ യെല്ലോ ഒരു സാധനം. അലോഷി, ഇനി ലൈറ്റ് എങ്ങനെയുണ്ട്? ലൈറ്റ് സൂപ്പറാന്നൊക്കെ പറയുന്നത്. ഇതാണ് വൈറ്റ്. നമുക്ക് എല്ലാത്തിനെയും ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിക്കാം. ഇതാകുമ്പോൾ രണ്ടും അടിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ പാർക്ക് ലൈറ്റ്. ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ സമയത്തോടെ 10 മണി കഴിഞ്ഞല്ലേ? 10 മണി കഴിഞ്ഞു. നമ്മൾ ഏകദേശം 6 മണി എന്തോ ആയപ്പം പോയതാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും ഇത്ര ലേറ്റായി. ഇനി വണ്ടിയൊക്കെ വെച്ച് സോ ഇത്രയുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരാം. അതുവരെ പോയി. ചെറുക്കനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു റെഡ് കളറ്. വെള്ളം ലിങ്ക് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചെറുക്കൻ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.